ഹലോ ഹായ് റസിയ ഷിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്ന ഒരു വെറൈറ്റി റെസിപ്പി തന്നെയാണ് കേട്ടോ. വെറൈറ്റി ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അതായത് സമയം കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു പഴമാണ് എടുത്തിട്ടുള്ളത്. ഒരു നേന്ത്രപ്പഴം ഞാൻ ചെറുതായി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വാനില എസൻസ് ഇല്ലെങ്കിൽ 2 ഏലക്കായ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് അടിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അര കപ്പ് മൈദപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു വിസ്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു നല്ലൊരു സ്പൂൺ ഉപയോഗിച്ചോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. വളരെ ഹെൽത്തി ആയിട്ടും വളരെ ഈസി ആയിട്ടും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ഏകദേശം ഇവിടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് ഇത് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് വീണ്ടും കുറേശ്ശെ വെള്ളം ചേർത്താണ് ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഏകദേശം ഈ ഒരു പരുവത്തിലാക്കി എടുക്കുന്നുണ്ട് വെള്ളം ചേർത്തിട്ടോ. ഈ ഒരു തിക്നെസ്സിലാണ് നമ്മളിത് എടുക്കേണ്ടത്. അതിനുശേഷം 2 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായി കഴിയുന്ന സമയത്ത് അതിൽ കുറച്ച് നെയ്യോ ഓയിലോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു തവി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ മേലെ അതുപോലെ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് വെന്ത് കഴിയും കേട്ടോ. അപ്പോൾ കൂടുതലൊന്ന് വേവിക്കണമെന്നൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്കിത് എടുക്കാം. അപ്പോൾ നമ്മൾ അടുത്തതും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഒന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്തതിന് ശേഷം ഒരു തവി മാവ് ഒഴിച്ച് ഇതൊന്ന് ചുറ്റിച്ചെടുക്കാം. അടിഭാഗം ചെറുതായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ മേലെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓയിലോ നെയ്യോ എന്തായാലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് മറിച്ചിട്ടെടുക്കാം. പെട്ടെന്ന് തന്നെ അത് വേവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ രണ്ടാമത്തതും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള മാവ് കൊണ്ട് ഞാൻ എല്ലാം ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്ററി മുഴുവനായിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ്, എന്നാൽ വെറൈറ്റിയുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു ഫില്ലിങ്സ് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് അവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ നിങ്ങൾ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ ഓയിലാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. അതിനുശേഷം നമ്മളതിലേക്ക് ഒരു പഴം കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ഇത് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. പഴത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു മുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പഴത്തിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് ശർക്കരയും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏലക്ക പൊടി ചേർത്തതിന് ശേഷം ഇത് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതുകൊണ്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ ചുട്ട് വെച്ചിട്ടുള്ള ഒരു അപ്പം എടുക്കാം. ഇതുപോലെ ഒന്ന് എടുത്തതിന് ശേഷം ഇതൊന്ന് മറിച്ചിട്ടെടുക്കാം. അതിനുശേഷം കുറച്ച് ഫില്ലിങ്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്നിങ്ങനെ നേരാക്കിയതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. കണ്ടില്ലേ, ഇതുപോലാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ അത് അടുത്തതും കൂടെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യമൊരു അപ്പെടുക്കാം. അതിൻ്റെ മേലെ നമുക്ക് കുറച്ച് ഫില്ലിങ്സ് വെച്ചെടുക്കാം. ഇത് വീണ്ടും ഒന്ന് ചുറ്റിച്ചെടുക്കാം. കുറച്ച് ടൈറ്റാക്കിയിട്ട് തന്നെ ഒന്ന് ചുറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിരുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് തരണം. തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.